കോൾ മീ ഷസാമിൻ്റെ വീട്ടിൽ എത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഞാൻ വെറുതെ ഇതുവഴി പോയപ്പോഴത്തേക്കും കയറിയതാണെങ്കിലും ഇന്ന് ഇവിടെ ഒരു സ്പെഷ്യാലിറ്റി നടക്കാൻ പോകണം. ഇവൻ്റെ എല്ലാ കളിപ്പാട്ടങ്ങളും ഞാൻ അടിച്ചു മാറ്റാൻ പോകണം. ചുമ്മാ ഗൈസ്. ശരിക്കും എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ശിഷ്യൻ ഇവിടെ കൃത്യമായിട്ട് കർമ്മങ്ങൾ നിർവഹിക്കുന്നുണ്ടോ എന്ന് അറിയാൻ കൂടിയാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. ശരിക്കും സനി ബ്രോ എഫർട്ട് എടുത്ത് എഡിറ്റ് ചെയ്യുന്നുണ്ട് ഗൈസ്. പക്ഷേ ഇന്ന് വേറൊരു പ്രത്യേകത ഉണ്ട്. ഇന്ന് ഉമ്മയുടെ ബർത്ത്ഡേ ആണ്. ആ കേക്കിൻ്റെ മണ്ടയിൽ എന്തോ ഒരു സ്വരം ഞാൻ കണ്ടു. എന്താണെന്ന് മനസ്സിലായില്ലെങ്കിലും നമുക്ക് തലകുലുക്കാം. ഉമ്മ വന്ന് മെഴുകുതിരി ഊതി കേക്ക് കട്ട് ചെയ്തു. അത് കഴിഞ്ഞതിന് ശേഷം നമ്മളെല്ലാവരും കേക്കൊക്കെ എടുത്താണ് പിന്നെ ഈ സ്വന വന്നിരിക്കുകയാണല്ലോ. ഇപ്പോൾ പുല്ല് അവിടെ നിന്ന് അത് കഴിഞ്ഞിട്ട് കേക്ക് എടുത്ത് ഞാൻ കുറച്ച് സനിബ്രോയ്ക്ക് കൊടുത്ത് കൈസ്. സനിബ്രോ ഇങ്ങനെ ആലോചിക്കണം, ഇത്രയും മധുരം ഇവ എന്തിനാണ് എന്നെ കൊണ്ട് തീറ്റിക്കണേന്ന്. ഞാൻ അതിൻ്റെ കുറച്ച് കഷണം ബാക്കി വന്നത് ഞാനും കഴിച്ച കേസ്. എനിക്ക് ചിരി വന്നുപോയി. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ബൈ ദ ബൈ. അതിനുശേഷം ഉമ്മ നല്ല ഉണ്ടാക്കി വെച്ചിരുന്ന നല്ല അടയും സേമിയും ഒക്കെ കൂടെ കലർന്ന ഒരു പ്രത്യേക തരം പായസം എനിക്ക് തന്നു. അത് ഞാൻ മാക്കനെ കയറ്റി. ആഹാ എന്താ ടേസ്റ്റ്! ഞാൻ മാത്രം തിന്നാൽ പോരല്ലോ, എൻ്റെ ശിഷ്യനെ എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന മറ്റേ പയ്യനും ഞാൻ സേമിയ പായസം കൊണ്ടു കൊടുത്തു. അതിനുശേഷം നല്ല ഒന്നാം തരം മട്ടൻ കറിയും ബൺ പൊറോട്ടയും. നാളെ പെരുന്നാൾ കൂടെ ആയതുകൊണ്ട് ഇന്ന് മൊത്തത്തിൽ സ്പെഷ്യലാണ് ഗൈസ്. നല്ല മട്ടൺ എടുത്ത് ആ പൊറോട്ടയുടെ മണ്ടേ വെച്ചിട്ട് അതിന്ന് കുറച്ച് കഷ്ണം എടുത്ത് ഒരു മട്ടൻ പീസും കൂടെ വെച്ച് ഒരു ഉരുളയാക്കി എടുത്തിട്ടുണ്ടല്ലോ ഗൈസ്. ഇങ്ങനെ ഞവിടി വാക്കകത്തോട്ട് വെച്ചൊരു പിടി പിടിച്ച് എൻ്റെ മോനെ സ്വർഗം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ മെയിൻ ഐറ്റം മട്ടൻ ഞല്ലി അതെടുത്തൊരു വലിക്കുമ്പോഴത്തേക്കും കിട്ടുന്ന ഒരു ടേസ്റ്റ് ഉണ്ട് ഗൈസ്. ആഹാ, ഇതെല്ലാം തിന്ന് വയറും വീർപ്പിച്ച് ഞാൻ ദാ കറങ്ങിച്ചെന്ന് ഷാസിൻ്റെ കാട്ടിൽ വീഴാണ് സുഹൃത്തുക്കൾ. അപ്പോൾ എല്ലാവർക്കും ഈദ് മുബാറക്ക്.